എടി ദിയേ ദിയേ ഓളുടെ ഒരു പഠിത്തം എന്നാ നിന്റെ കെട്ടിയോന്റെ കൂട്ടുകാരനെ കൊച്ചുണ്ടായി. എന്തു കൊച്ചമ്മേ? പെങ്കൊച്ച. പെങ്കൊച്ച? ആദ്യത്തെ പെങ്കൊച്ച തന്നെയല്ലേ? അതെ. അതിനിപ്പോ എന്താ? അവന്റെ കെട്ടിയോളുടെ വീട്ടിൽ നല്ല ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. അവരുടെ സ്ഥലവും പെരെ ഇതും ഒക്കെ അവരുടെ പേരില് എഴുതി വെച്ചേക്കണേ. അവർക്ക് അതുകൊണ്ട് എന്താ കുഴപ്പം? രണ്ട് പെൺപിള്ളേരായോന്ന് ഒരു കുഴപ്പമില്ല. അമ്മ, എനിക്ക് വിശേഷമുണ്ട്. വിശേഷമുണ്ടോ? എന്റെ പൊന്നു കർത്താവേ, ആദ്യത്തെ ഒരു ആൺകൊച്ചായിട്ട് ഞാൻ പരുമലപ്പള്ളിയിൽ ഒരു 10 കൂട് മെഴുകുതിരി കത്തിച്ചേക്കാവേ. എന്റെ ആഗ്രഹം നീ നടത്തി തന്നെ. ഇതിന് വയറൊന്നും ഇല്ലല്ലോ ഈശ്വര. പെൺകൊച്ചു വല്ലതും ആണോ? അതോ ഇനി വളർച്ചയില്ലാത്തതാണോ? എടീ, അത് ശരി. ഏത് നേരം കിടപ്പാലേ? ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെൺപിള്ളേര് കിടക്കാൻ പാടില്ല. ഇപ്പത്തെ പിള്ളേരോടൊന്നും ഇപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊക്കെ ഇവിടെ 9 മാസം പ്രഗ്നന്റ് ആയിരുന്നു കഴിഞ്ഞപ്പോ വയലിൽ പോയി നെല്ല് കൊയ്തോണ്ട് വന്ന് ഇവിടെ കോണിപ്പടി കയറി പാറകപ്പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഏത് നേരം കിടപ്പും ഇരിപ്പുമായിട്ടൊന്നും നടക്കാൻ പറ്റൂല. ഇവിടെ എന്തെങ്കിലും പണിയെടുക്കണം. എടാ, ഇവിടെ ഏത് നേരം കിടപ്പും ഇരിപ്പും മാത്രമേ ഉള്ളൂ അവൾക്ക്. നീ പറയുമ്പോ ഓരോരോ സാധനങ്ങൾ തിന്നാനും എടുക്കാനും മേടിച്ചുകൊണ്ടേ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ, പെണ്ണ് ഇവിടെ തിന്ന് ഇവിടെ അനങ്ങാൻ പറ്റാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വല്ല സിസേറിയനും ചെയ്യേണ്ട വരും. ഈ സിസേറിയനൊക്കെ ഇന്നത്തെ കാലത്ത് എന്നാ കാശ് മുടക്കാ. സാധാരണ പ്രസവം ആവണമെങ്കിൽ ഉണ്ടല്ലോ വല്ല മേലെ നിങ്ങൾ പണിയെടുക്കാൻ പറയാവുള്ളൂ. വല്ലതും ആണെങ്കിൽ അല്ല, പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളയുടെ കളറും ഇതൊക്കെ കിട്ടുള്ളൂ. ഇവിടെ കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല കാണാൻ വല്ല കോലം ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഷാരോത്തെ പെൺകൊച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോ കൊച്ചിനെ കാണാൻ എന്നാ ഒരു ഐശ്വര്യമായിരുന്നു. നല്ല വെള്ള കളറായിരുന്നു. നമുക്ക് ഇങ്ങനെ വാരി എടുക്കാൻ തോന്നുമായിരുന്നു. ഈ കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? ഞാൻ കിട്ടണത് അങ്ങ് മേടിക്കും. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലേടാ? ഇപ്പൊ പറയുമായിരിക്കും. കർത്താവേ, ഒരു ആൺകുട്ടിയെ കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ ചെറാട് പള്ളിയിൽ 10 കൂട് മെഴുകുതിരി നിർണയിക്കാം. ദിയയുടെ ആൾക്കാരാരാ? ദിയെ പ്രസവിച്ചു പെങ്കൊച്ച്. പെങ്കൊച്ചായാൽ എന്താ അമ്മേ കുഴപ്പം? നോക്കേടാ, ഇതിങ്ങനെ മൂട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ശരിയാവണത്? കെട്ടഴിച്ചാ നോക്ക്. എന്തെങ്കിലും അംഗവൈകല്യ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്ക. എല്ലാം മുറിച്ചോണ്ട് വല്ലതും ഉണ്ടോന്ന് നോക്ക്. ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങനെ തുറന്നു നട്ടെ. ഞാൻ നോക്കാം. കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇന്നാ പിടിച്ചോ. ആൺകൊച്ചാന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചു വെച്ചതാ. ഇനിയിപ്പൊ ഇത് ആർക്ക് കൊടുക്കാനാ? ഇപ്പൊക്കെ ഇടിക്കാൻ പറ്റൂല. ഇപ്പൊ എന്നെ ഇടിയിച്ച പാടേതാ